ഇന്ന് വെള്ളിയാഴ്ച നമ്മളെ പള്ളിയിൽ നാരിയത്ത് സ്വലാത്തിലേക്ക് 300 ഗ്ലാസ് പായസം കൊടുക്കാനായിട്ട് അതിൻ്റെ പ്രിപ്പറേഷനിലാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സാധനങ്ങളും ഇതൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. തീ കൂട്ടിയുണ്ട്. ഇനി ശർക്കര ഇതാ 4 കിലോ ശർക്കരയാണ്, അല്ല 7 കിലോ ശർക്കര. 7 കിലോ ശർക്കര ഇത് ഇനി വെള്ളത്തിലിട്ട് അടുപ്പത്ത് വെച്ച് ഉരുക്കിയെടുക്കണം കേട്ടോ. ഉരുക്കിയിട്ട് അരിച്ചെടുക്കണേ. പിന്നെ 3.5 കിലോ ഗോതമ്പ്. ഗോതമ്പ് നമ്മൾ കടയിൽ നിന്ന് തന്നെ ഇങ്ങനെ തൊലി കളഞ്ഞ ഗോതമ്പ് വാങ്ങിയതാണ് കേട്ടോ. കളഞ്ഞ ഗോതമ്പാണ്. ഇനി തൊലി കളയാനും കുത്താനും ഒന്നുമില്ല. അതിനി ചേറി പെറുക്കി കഴുകിയെടുത്താൽ മതി കേട്ടോ. ഇതാ അത് ചേർന്ന പണിയിലാണ്. നല്ലോണം പെറുക്കാനുണ്ട്, കല്ലൊക്കെ ഉണ്ട്. ഇത് ചേറാണ്. ഇനിയിപ്പോൾ അതൊന്ന് കഴുകിയെടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിക്കണം കേട്ടോ. പിന്നെ അടുത്ത സാധനങ്ങൾ പരിചയപ്പെടുത്തി തരാം. അതാ ഏലക്കായ, നല്ല ജീരകം 200 ഗ്രാമാണ്. പിന്നെ സാബുനരി ചെറുതാണ്, ഇത് 1/2 കിലോ സാബുനരി. പിന്നെ തേങ്ങാക്കൊത്ത് ചെറുതായി അരിഞ്ഞെടുത്തതാണ്. നല്ല ചെറുതായി അരിഞ്ഞെടുത്താൽ ഇത് കടിക്കുമ്പോൾ ഒരു നല്ല ടേസ്റ്റ് കിട്ടില്ല എന്നുണ്ടെങ്കിൽ വലുതാക്കി ആക്കുമ്പോൾ ഒരു സുഖം കിട്ടില്ല കേട്ടോ. ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ട് ഇത് നല്ല നെയ്യിൽ, മിൽമ നെയ്യിൽ മൂപ്പിച്ചെടുക്കും കേട്ടോ. പിന്നെ ഇതാ 5 തേങ്ങ എടുത്തിട്ടുണ്ട്. ബാക്കി പാലാണ് ഉപയോഗിക്കുന്നത്. പാക്കറ്റ് പാല് 6 ലിറ്റർ പാൽ ഉപയോഗിക്കുന്നത്. ഇനി ഇതാ ഗോതമ്പ് വേവിച്ചെടുക്കുകയാണ്. ഗോതമ്പ് വേവിച്ചെടുക്കാനായിട്ട് കുറേ ടൈം എടുക്കും. കുറേ വെള്ളത്തിൽ വേവാനാവുമ്പോൾ നമ്മൾ തീ കുറച്ചിടണം കേട്ടോ. തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊരു 3 മണിക്കൂറൊക്കെ ഇങ്ങനെ വേവാനുണ്ടാവും കേട്ടോ. വേവുന്നതിനനുസരിച്ച് തീ കുറച്ച് വെച്ച് കൊടുക്കണം. ഇല്ലയെന്നുണ്ടെങ്കിൽ അടിയിൽ നല്ലോണം പിടിക്കും, കരിയും കട്ടാവുകയൊക്കെ ചെയ്യും. ലാസ്റ്റേക്ക് എത്തുമ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും വേണേ. ഗോതമ്പ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെയൊക്കെ തീ കത്തിക്കും. പിന്നെ അങ്ങനെ തീ കുറച്ചേ കത്തിക്കില്ലേ. പിന്നെ അതാ ശർക്കര ഉരുക്കാൻ പോകട്ടെ. ഇനി ശർക്കര ഉരുക്കിയിട്ട് ഇതിൽ കല്ലും അഴുക്കും ഇതുമൊക്കെ ഉണ്ടാവും, ചണ്ടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒന്ന് അരിച്ചെടുക്കണേ. ഇത് ഉരുക്കുമ്പോഴത്തേന് ഇനി ബാക്കി പണികളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ പുറത്തുനിന്നാണ് ഉണ്ടാക്കുന്നത്. പുറത്ത് 3 കല്ലിട്ടിട്ട് വലിയ ചെമ്പട്ടിയിലാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പം അതിനനുസരിച്ചിട്ട് ശർക്കര നമ്മൾ ഉരുക്കി വന്നിട്ടുണ്ട്. ഇനി അത് അരിച്ചെടുക്കുകയാണ് കേട്ടോ. നല്ലതായിട്ട് ചണ്ടി ഉണ്ട് കേട്ടോ അതിൽ. അതൊക്കെ ഒന്ന് അരിച്ച് റെഡിയാക്കി എടുക്കുക. ഈ പാലിതാ ലിറ്ററിൻ്റെ പാക്കറ്റാണ് വാങ്ങിച്ചിട്ടുള്ളത്. 1 ലിറ്ററിൻ്റെ പാക്കറ്റാണ് വാങ്ങിയത്. അത് 6 പാക്കറ്റ് ഉണ്ട്. 6 ലിറ്ററാണ്. അതുകൊണ്ട് തേങ്ങ കുറച്ച് മതി കേട്ടോ. അപ്പോൾ തേങ്ങക്ക് നല്ല വിലയാണ്. അതിനോണ്ട് പാലിലാണ് നമ്മൾ വെക്കുന്നത്. അല്ലാണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തേങ്ങയിൽ തന്നെയാണ് അധികം വെക്കൽ. കുറച്ച് പാലേ വാങ്ങലുള്ളായിരുന്നു. ഇനി ഇതാ ഈ പാലൊക്കെ പൊട്ടിച്ച് ഒന്ന് കാച്ചെടുക്കണം. പാലിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കാച്ചെടുക്കുകയാണേ. കാച്ചിട്ട് ആ പാലിലേക്ക് സാബുനരി ഇട്ടിട്ട് വേവിക്കുകയാണ് ചെയ്യുന്നത്. ഓരോന്നായിട്ട് ഇങ്ങനെ വേവിച്ച് റെഡിയാക്കി എടുത്ത് സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ട് ലാസ്റ്റാണ് മിക്സിങ് ഉണ്ടാവുക. മിക്സിങ്ങിലാണ് നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. പാലൊക്കെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ടേ. ഇനി ഇതൊക്കെ ഒന്ന് കാച്ചെടുത്തിട്ട് നമ്മൾ കുറച്ച് തേങ്ങ നമ്മൾ ചിരണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ചിരണ്ടി വെച്ചത് ഇത് സാബുനരി പാലിലേക്ക് ഇടാണ്, വേവിക്കുകയാണ്. പാൽ തിളയ്ക്കുമ്പോഴാണ് അതിട്ടുള്ളത്. ഇത് ഓവർ വേവില്ല, കുറച്ച് നേരം പുതർത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഒന്ന് വേവിക്കുന്നത്. അല്ലെങ്കിൽ ഇതാ തേങ്ങയും ജീരകവും ഒക്കെ അരച്ച് വെച്ചിട്ടുള്ളത് ഈ സാബുനരി പാലിൽ വേവിച്ചതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണേ. ഈ തേങ്ങ, ജീരകം, ഏലക്കായ അതൊക്കെ കൂടി അരച്ചു കൊടുക്കണം. 3 തേങ്ങയാണ് എടുത്തുള്ളത്. അതൊക്കെ ഒന്ന്
തിളപ്പിക്കുള്ളൂ. നല്ലോണം തിളയ്ക്കാൻ പറ്റില്ല. ഒന്ന് തിളച്ചിട്ട് ഫുൾ മിക്സിങ് ധാന്യം മിക്സ് ചെയ്യാൻ പോവാണ്. ഗോതമ്പ് വേവിച്ചത് അതിലേക്ക് അത് ഇനി മാറ്റുകയാണ്, വേറെ ചെമ്പട്ടിയിലേക്ക് മാറ്റുകയാണ്. നമ്മൾ ചെറിയ ചെമ്പിലാണ് നമ്മൾ വേവിച്ചത്. ഇനി അത് വലിയ ചെമ്പട്ടിയിലേക്ക് ആക്കിയിട്ട് ആണ് മിക്സിങ് തുടങ്ങുന്നത്. ഇനി അതിലേക്ക് ശർക്കര ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ അരിച്ച് വെച്ച ശർക്കര ഒഴിച്ചു കൊടുക്കുകയാണ്. ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി ഇളക്കി അങ്ങനെ ഒഴിച്ചു കൊടുക്കണം. പിന്നാണ് ബാക്കി മിക്സിംഗ് ഒക്കെ ചേർക്കുക. ഇതാ ഒരു മിൽക്ക് മെയ്ഡ് വാങ്ങിയിട്ടോ, ഞങ്ങൾ പറയാൻ മറന്നുപോയതാണ്. ഒരു 250 ml ആണെന്ന് എനിക്ക് തോന്നുന്നത്. അത് ആ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മിൽക്ക് മെയ്ഡൊക്കെ ഒഴിക്കാണ്ടൊക്കെ വെക്കട്ടോ, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ. പായസം നല്ല ടേസ്റ്റ് ഉണ്ടായിന്. ഇങ്ങനെയൊക്കെ വെച്ചതിനോണ്ടായിരിക്കും, മിൽക്ക് മെയ്ഡൊക്കെ ഒഴിച്ചതിനോണ്ടായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിന്. നല്ല ഓവർ കട്ടിയില്ല, ഓവർ വെള്ളം പോലെ അല്ലാണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ കുടിക്കാനായിട്ട്. ഒക്കെ മധുരമൊക്കെ പാകത്തിനായി വന്നിട്ടുണ്ട്. 7 കിലോ ശർക്കര ഒക്കെ ഇതിലേക്ക് 3.5 കിലോ ഗോതമ്പാണല്ലോ, അതിലേക്ക് നല്ല പാകമായി വന്നിട്ട്. ഇനി ഇതൊക്കെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഈ പാല് കാച്ചിയത്, പിന്നെ നമ്മളെ ആ സാബുനരി ഒന്നായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ അതൊന്ന് ഗ്യാസുമെന്ന് ഒന്ന് തുള്ളിച്ചിട്ടേ ഉള്ളൂ. എന്നിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ അപ്പോഴത്തേന് നമ്മളെ കൈപ്പാട്ട ഇതിൽ വീണ് കേട്ടോ. നമ്മളെ പായസത്തിൽ വീണ് കഴിഞ്ഞ് കൈപ്പാട്ടിനെ ധരിച്ചില്ല ഇനി കുറേ നേരമായിട്ട്. അതിന് കിട്ടി. ഇനി വറവിടലാട്ടോ, ലാസ്റ്റ് ചടങ്ങാണ്. അതിനായിട്ട് മിൽമ നെയ്യിൽ നമ്മൾ തേങ്ങാക്കൊത്ത് മൂപ്പിച്ചെടുത്തിട്ട് പിന്നെ ഉണക്കമുന്തിരി ചേർത്ത് ഒന്ന് ചുവന്ന് വരുമ്പോഴത്തേന് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ലാസ്റ്റ് പരിപാടിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഒന്ന് ഷെയറും ചെയ്യണേ.